കോളിസിൻ്റെ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. കോഴിക്കോട് വണ്ടിയാണ്, 2003 മോഡൽ കോളിസാണ്. ഇതിൽ എക്സ്ട്രാ പണികളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി വന്നത് എങ്ങനെയാണോ അതേപോലെ വരണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. എക്സ്ട്രാ പണി ചെയ്തത് പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, പാച്ച് വർക്കും ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ് ഒന്നുമില്ല. വണ്ടി നാച്ചുറലി എങ്ങനെയാണോ 2003 പുതിയ വണ്ടി വരുന്നത് എങ്ങനെയാണോ അതേപോലെ ആക്കാനാണ് കസ്റ്റമർ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്കും ഉണ്ടായിരുന്നു ഇതിനകത്ത്, അതും ക്ലിയർ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങും ടിങ്കറിങ് വർക്കും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ് ഒന്നുമില്ല. വണ്ടി എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട്. മിറർ മാത്രം മാറ്റിയിട്ടുണ്ട്. നേരത്തെ മിറർ ഉള്ളത് ബ്ലാക്ക് ആയിരുന്നു, അത് അഴിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോയി ബ്ലാക്ക്. അത് ഒറിജിനലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഒറിജിനൽ മിറർ എങ്ങനെയാണോ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അത് വരുന്നത് ബ്ലാക്കാണ് വരുന്നത്. ഇത് ക്രോം ടൈപ്പും ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഒന്നും മാറ്റിയിട്ടില്ല, ബൾബുകളും മാറ്റിയിട്ടില്ല. വണ്ടി വരുമ്പോൾ എങ്ങനെയുണ്ടോ അതേ ബൾബാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. അധികം ഡാമേജ് ഒന്നുമില്ല. ഇത്തിരി യെല്ലോ കളർ വന്നിട്ടുണ്ടായിരുന്നു, ഡാമേജ് പോലെ ചെറുതായിട്ട്. അത് പോളിഷ് ചെയ്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഗ്രില്ലും സിൽവർ ആയിരുന്നു വന്നത്, അത് കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലോഗോ അടക്കം, ടൊയോട്ടൻ്റെ ലോഗോ അടക്കം ഒറിജിനലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ വരുമ്പോൾ ഏകദേശം 500 ചില്ലാൻ രൂപ വരുന്നുണ്ട്. 563 എന്തോ രൂപ വരുന്നുണ്ട് ഒറിജിനൽ. അത് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അത് INTൻ്റെ ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറും മാറ്റിയിട്ടില്ല. പഴയതെങ്ങനെ വന്നോ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടേ ഇല്ല. നാച്ചുറലി എങ്ങനെ വന്നോ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് കളറൊക്കെ ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് ബ്ലാക്ക് പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല, വീൽ ആർച്ചും അതേപോലെ ബ്ലാക്ക് ഡൗൺ ആയിരുന്നു. ഇത്രയും വർഷമായില്ലേ, അതുകൊണ്ട് ഡൗൺ ആയിരുന്നു. അതൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റർ വന്നിട്ട് ഇതിലുള്ളത് വരുമ്പോൾ തന്നെ ഉള്ളത് ഒറിജിനലല്ല, അതേ വന്ന ഇൻഡിക്കേറ്റർ തന്നെ ഇതിനകത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം മാറ്റി വിട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിൽവർ കളറിലാണ് വന്നത്, അത് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കി, ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്ലാസ്സൊക്കെ അഴിച്ചിട്ടാണ് പെയിൻ്റ് അടിച്ചത്. എല്ലാ സിസ്റ്റവും അഴിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചത് ഇതിനകത്ത്. നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഗ്ലാസ്സുകൾ, എല്ലാ സാധനങ്ങളും, ബമ്പർ, വീൽ ആർച്ച്, എല്ലാ കാര്യങ്ങളും, ഫുഡ് സ്റ്റെപ്പ്, എല്ലാ കാര്യങ്ങളും അഴിച്ചിട്ടാണ് പെയിൻ്റ് അടിച്ചത്. നേരത്തെ എങ്ങനെ പെയിൻ്റ് അടിക്കുമോ അതേ രീതിയിലാണ് പെയിൻ്റ് അടിച്ചത്. ഇതിന് ഓണം ആയതുകൊണ്ട് നമുക്ക് അധികം പേരും ഇവിടെ ഇല്ല. നമുക്ക് പണിയെടുക്കാനുള്ള ആൾക്കാർ ഒരു 4-5 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ. ഇന്നലെ തൊട്ട് ഓണം തുടങ്ങിയതാണ്. അപ്പോൾ മിലിഞ്ഞാന്ന് ഫുള്ള് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നാണ് കസ്റ്റമർ വരുന്നത്. ഇൻറ്റീരിയർ വർക്കും അധികം ചെയ്തിട്ടില്ല, കസ്റ്റമർ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം ഞാൻ. പിന്നെ സൺവൈസറും നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഗാലിയോണ്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. എല്ലാ വണ്ടിക്കും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഗാലിയോൻ്റെ സൺവൈസറാണ് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻറ്റിന നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. നേരത്തെ ഉണ്ടായിരുന്നത് തുറക്കില്ല, ഡാമേജ് ആയിരുന്നു. അതുകൊണ്ട് ആൻറ്റിനയും നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട്. പുതിയതായിട്ടത് ചെറിയ സാധനമേ ഇട്ടിട്ടുള്ളൂ. മെക്കാനിക്കൽ വർക്ക്, പെയിൻറ്റിങ് വർക്ക്, ടിങ്കറിങ് വർക്ക്, അതാണ് മെയിൻ. അത് ഗുഡായിട്ട് എല്ലാ കാര്യങ്ങളും അഴിച്ചിട്ട് ഗുഡായിട്ട് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ നമ്മൾ ഇത് ഫ്രണ്ടിലുള്ളത് മാത്രം, ഗ്രില്ലിലുള്ളത് മാത്രം ഒറിജിനൽ, ഇത് അതർ ബ്രാൻഡാണ് ഇട്ടിരിക്കുന്നത്. അതും നമ്മൾ അഴിക്കുമ്പോൾ ഒറിജിനലാണ് ഉണ്ടാവുക. അത് അഴിക്കുമ്പോൾ എന്തായാലും പൊട്ടിപ്പോവും. നമ്മൾ മൈനസ് എന്തെങ്കിലും വെച്ചിട്ട് അഴിക്കുമ്പോൾ പൊട്ടിപ്പോവും, അത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതർ ബ്രാൻഡാണ് ഇട്ടിരിക്കുന്നത്. വീൽ കപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, അത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൽ മാറ്റിയിട്ടില്ല. വീലും ടയറും എല്ലാം വരുന്ന എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ മെക്കാനിക്കൽ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുമുണ്ട്. ഉള്ള കംപ്ലൈൻറ്റ് ഫുള്ളായിട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിനകത്ത്. ഔട്ടർ ഹാൻഡിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ വന്നത് ബ്ലാക്ക് ആയിരുന്നു, ഇതിപ്പോൾ ക്രോം ടൈപ്പ് വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഡോറ്
അത് വന്നിട്ട് ഈ മറ്റേ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന പോലെ ഡോറാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് സിംഗിൾ ടൈപ്പ് പവർ വിൻഡോ വരുന്നത് പോലെ ടൈപ്പ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഡോർ മാത്രം നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന പോലെ ഡോറാണ് ഉണ്ടായിരുന്നത്. അത് GS മോഡൽ വണ്ടിയാണ്. അതിലും ഇങ്ങനെ തന്നെ വരുന്നത് പഴയ മോഡൽ 2024 അതിൻ്റെ ടൈപ്പ് വരും. 23 സ്ലൈഡിങ് മോഡലാണ് വരുന്നത്. ഗ്ലാസ് അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന പോലെ മോഡലാണ് വരുന്നത്. അവർക്ക് ഈ ടൈപ്പ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞാണ് ഈ ടൈപ്പ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡോർ മാത്രം 2 സൈഡും ഡോർ മാത്രം മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഡിക്കിയിൽ GS ആയതുകൊണ്ട് ഈ ഒരു ഹീറ്റ്നെസ് വരും, അതുപോലെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ നേരത്തെ ഉണ്ടായിരുന്നില്ല, അത് റിപ്പീറ്റായിട്ട് വെച്ചിട്ടുമില്ല. പഴയ മോഡൽ എങ്ങനെയാണോ അതേപോലെ തന്നെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ വെച്ചിരിക്കുന്നത്. സ്പോയിലറും വേണ്ടാന്നാണ് പറഞ്ഞത് കസ്റ്റമർ, അതുപോലെ വെച്ചിട്ടുമില്ല. പിന്നെ ബീറ്റിൻ്റെ വൈപ്പർ ബ്ലേഡും ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് ഒറിജിനൽ ടൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് കസ്റ്റമർ തന്നെ പറഞ്ഞു ഇത് ഈ ടൈപ്പ് വെച്ചാൽ മതിയെന്ന്. അതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നാൽ വൈപ്പർ ബ്ലേഡ് മിഡിലേ വരുള്ളൂ, ടോപ്പായിട്ട് വരില്ല. ഈ ടൈപ്പേ വരുള്ളൂ. പക്ഷേ കാണാനായിട്ട് എന്തെങ്കിലും അഴുക്ക് വന്നാലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അത് ഒറിജിനൽ വെച്ചാൽ തന്നെ ഇതുപോലെ വരുള്ളൂ. അത് കുഴപ്പമില്ല, എന്നാലും കാണാനുള്ള ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഒരു ചേലുണ്ടാവും. അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടിയിൽ ഡിക്കി ക്രോം വന്നിട്ട് പഴയത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ബ്ലാക്ക് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് ഉണ്ടല്ലോ, ഡിക്കി ലൈറ്റ്, അത് വന്നിട്ട് പഴയത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയത് വേണ്ടെന്നാണ് പറഞ്ഞത് സാറ്. അതുകൊണ്ട് ആ സൈഡ് എങ്ങനെ വന്നോ അതന്നെ ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റിയിട്ടേ ഇല്ല. മാറ്റണ്ടെന്ന് പറഞ്ഞാണ് കസ്റ്റമർ. അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത അതും ഗുഡായിട്ടുള്ള സാധനമായിരുന്നു. പണ്ട് ഉണ്ടായിരുന്നില്ല, വണ്ടി മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല, അതേപോലെ സാധനം തന്നെ. അത് മാറ്റിയിട്ടേ ഇല്ല. അതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞതുപോലെ അത് മാറ്റാതെ നമുക്ക് വന്ന ടൈപ്പ് ഉണ്ടല്ലോ ലൈറ്റ്, അതേ തന്നെ ഫിറ്റ് ചെയ്തിട്ടു. എല്ലാ ലൈറ്റുകളും മാറ്റിയിട്ടേ ഇല്ല. അത് പഴയതെന്താണോ അതേപോലെ തന്നെ നമ്മൾ ചെയ്തത്. സെൻട്രൽ കൺസോള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡാഷ്ബോർഡ് അതും സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് തന്നെ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ബ്ലാക്ക് തന്നെ അടിച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ കളർ തന്നെ ഇവിടെയും ഫിറ്റ് ചെയ്തത് ഗിയർ ലിവറിൻ്റെ അടുത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് വർക്ക് പണി ചെയ്തിട്ടേ ഇല്ല. വണ്ടി എങ്ങനെ വന്നോ അതേപോലെ സീറ്റിൻ്റെ കാര്യങ്ങൾ ബാക്കിലും എവിടെയും എങ്ങനെ ഉണ്ടോ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത്, മാറ്റിയിട്ടേ ഇല്ല. അതുപോലെ GS ആയതുകൊണ്ട് RSൻ്റെ മോഡൽ AC ആണ് വന്നിരിക്കുന്നത്. അതിലും പെയിൻ്റ് അടിച്ചിട്ടേ ഇല്ല. അതേപോലെ തന്നെ ടോപ്പിൽ വന്നിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഒറിജിനൽ ഈ കളറിലാണ് വരുന്നത് ടോപ്പ്, അത് മാറ്റിയിട്ട് ബ്ലാക്ക് തന്നെ നമ്മൾ ഇത് ബ്ലാക്ക് ആയപ്പോൾ കസ്റ്റമർ പറഞ്ഞ പോലെ ബ്ലാക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലോ ടോപ്പ്, അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്നത് സിംഗിൾ ടൈപ്പ് കോളേജിൽ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ അതിലും മാറ്റിയിട്ടുണ്ട്. ബാക്കിൽ ഇല്ല, GSൽ വരില്ല. അത് പഴയ മോഡലായി. GSൽ വരും, പക്ഷേ പഴയ മോഡൽ 2003 മോഡൽ ബാക്കിൽ വരില്ല. അതേപോലെ തന്നെ ബ്ലാക്കിൽ ഫിറ്റ് ചെയ്തിട്ടും ഇല്ല. ഫ്രണ്ടിൽ മിഡിലിൽ 2 എണ്ണം, ലെഫ്റ്റ് സൈഡ് ഒരെണ്ണം, ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് ഒരെണ്ണം, അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലൈറ്റ് അടക്കം പഴയത് എങ്ങനെ വന്നോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ഇടണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അതേപോലെ പുതിയത് ഇട്ടിട്ടില്ല, പഴയത് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെയ്തത് 7D മാറ്റ് ബ്ലാക്ക് കളറാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. എല്ലാം ബ്ലാക്ക് ആകുമ്പോൾ ബ്ലാക്ക് മാച്ച് ആവുള്ളൂ. അതുപോലെ ബ്ലാക്ക് 7D മാറ്റും ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അഴിക്കുമ്പോൾ പാച്ച് വർക്ക് ഉള്ളത് കൊണ്ട് ഫുള്ളായിട്ട് അഴിക്കും. അത് മാറ്റിയിട്ട് പുതിയ മാറ്റ് തന്നെ ഇടണം. അപ്പോൾ 7D മാറ്റാണ് ചോദിച്ചത്. അതേപോലെ 7D മാറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ
പാഡും മാറ്റിയിട്ടുണ്ട്. അത് ഈ കളർ ബ്ലാക്കും പിന്നെ സീറ്റിൻ്റെ കളറും അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ കസ്റ്റമർ തന്നെ മാറ്റാമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ റിങ് മാത്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിങ് മാത്രം പാഡും മാറ്റിയിട്ടുണ്ട്, റിങ്ങും മാറ്റിയിട്ടുണ്ട്, സ്പീക്കറിൻ്റെ റിങ്ങും മാറ്റിയിട്ടുണ്ട്. തന്നെ ഫ്രണ്ട് റൂം മാത്രമേ പവർ വിൻഡോ പോലെ വരുള്ളൂ, ബാക്കിൽ വരില്ല. ഡോറ് മാറ്റിയത് കൊണ്ട് പവർ വിൻഡോ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 4 ഡോറിലും പവർ വിൻഡോ വെച്ചിട്ടുണ്ട്. അത് ടോർക്കിൻ്റെയാണ് വെച്ചത്. ഇപ്പോൾ ടോർക്കാണ് നമ്മൾ എല്ലാ വണ്ടിക്കും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടെ മെച്ചമുണ്ട് ടോർക്കിൻ്റെ. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും 4 സൈഡും പവർ വിൻഡോ ആക്കിയിട്ടുണ്ട്. അതുതന്നെ ബീഡിങ്ങും എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ്സിലും അതേപോലെ ഡോറിലും ഡിക്കിയിലും ബീഡിങ് ഗുഡായിട്ടുള്ളത് ഒറിജിനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ബീഡിങ് ഫുള്ളായിട്ട് നമ്മൾ ഒറിജിനൽ ഇടുകയുള്ളൂ, എന്നാൽ തന്നെ ഗുണം വരികയുള്ളൂ. അതും അതുപോലെ തന്നെ അതിൻ്റെ ബീഡിങ്, ഗ്ലാസിൻ്റെ ബീഡിങ്, ഗ്ലാസ്സിൽ വരുന്ന ബീഡിങ് അടക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും 4 ഡോറിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നറും ഔട്ടറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനൽ അല്ല, അത് ഒറിജിനൽ കിട്ടാനും ഇല്ല. ഓർഡർ ചെയ്താലും വരുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടാനില്ല. അത് ബീഡിങ് അത് മാത്രമേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.